ഇന്ത്യയുടെ ചരിത്രം ഗുപ്ത സാമ്രാജ്യത്തിന് മുന്നേയും ശേഷവും എന്ന നിലയിൽ നിരീക്ഷണ പഠനങ്ങൾ നമുക്ക് കാണാനാവും. ഇന്ത്യയുടെ സുവർണയുഗമായും ഗുപ്ത സാമ്രാജ്യത്തെ കാണാറുണ്ട്. ഗുപ്ത സാമ്രാജ്യത്തിന് മുന്നേയുള്ള ചില നൂറ്റാണ്ടുകൾ ഇരുണ്ട കാലഘട്ടമായി കൂടി നിലനിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ആ സുവർണയുഗം സൃഷ്ടിക്കാൻ ഒരാൾ നായകനായി ആദ്യം നിലകൊണ്ടിരിക്കും. അയാൾ ഒരുപോലെ ജനതയുടെയും സൈന്യത്തിൻ്റെയും രാജാവായി മാറിയിരിക്കും. മറ്റൊരർത്ഥത്തിൽ ആ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ നായകനായി മാറി അതിൻ്റെ സുവർണയുഗം സൃഷ്ടിച്ചത് സമുദ്രഗുപ്തൻ എന്ന രാജാവായിരുന്നു. ചരിത്രകാരന്മാർ ഇന്ത്യയുടെ നെപ്പോളിയൻ എന്ന വിശേഷണം നൽകിയിരിക്കുന്ന ഒരു രാജാവ്. പക്ഷേ നെപ്പോളിയന് എത്രയോ കാലം മുന്നേ ജീവിച്ചതും യുദ്ധവഴികളിൽ എവിടെയും തോൽക്കാത്തതുമായ ചരിത്രം പറയുന്ന സമുദ്രഗുപ്തൻ എന്ന വീരന്, നായകന് ആ വിശേഷണം മതിയോ എന്നതും ചോദ്യചിഹ്നമായി മാറും. തൻ്റെ വലിയ സിംഹാസനത്തിൽ ഇരിക്കാതെ ശക്തിയുടെയും സാഹസത്തിൻ്റെയും എല്ലാ അതിരുകളെയും ലംഘിച്ചുകൊണ്ട് ആ കാലത്ത് ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക് അയാൾ പടനയിച്ചെത്തുകയുണ്ടായി. ഓരോ ദേശവും അതിവേഗം അദ്ദേഹത്തിന് മുന്നിൽ കീഴടങ്ങുകയും ചെയ്തു. അവരെയൊന്നും വധിക്കാതെ ചുമതലകൾ തിരിച്ചു നൽകി സമുദ്രഗുപ്തൻ എന്ന രാജാവ് മഹാനുമായി മാറി. ഗുപ്ത സാമ്രാജ്യം എന്നത് ശക്തിയുടെ അടയാളമായി മാറിയപ്പോൾ അതിൻ്റെ യഥാർത്ഥ ശക്തിയും പ്രൗഢിയുമായി സമുദ്രഗുപ്തൻ നിലകൊണ്ടു. ദക്ഷിണേന്ത്യ വരെയും എത്തിയ ഒട്ടനവധി യുദ്ധങ്ങൾ, പ്രത്യേകിച്ച് പരാജയം എന്തെന്നറിയാത്ത യുദ്ധങ്ങൾ, അതായിരുന്നു സമുദ്രഗുപ്തൻ്റെ ജീവിതം. അത്തരത്തിൽ സുവർണയുഗം എന്നത് സമുദ്രഗുപ്തൻ്റെ ജീവിതം കൂടിയാണ്. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ചരിത്രം എന്നാൽ സമുദ്രഗുപ്തൻ്റേതു കൂടിയാണ്. അത് വിശദമായി തന്നെ പറയേണ്ടതുണ്ട്. സമുദ്രഗുപ്തനെ പറ്റി കൂടുതലായും വിവരങ്ങൾ ലഭിക്കുന്നത് അലഹബാദിലെയും മധ്യപ്രദേശിലെയും രേഖപ്പെടുത്തലുകളിൽ നിന്നും അതുപോലെ തന്നെ നാണയങ്ങളിൽ നിന്നും ആ കാലത്ത് ഗുപ്ത സാമ്രാജ്യത്തിലേക്ക് എത്തിയ സഞ്ചാരികളിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ദേശങ്ങളിലെ രാജാക്കന്മാരുടെ എഴുത്തുകളിൽ നിന്നുമൊക്കെയാണ്. സമുദ്രഗുപ്തൻ എന്ന പേര് ഒരുപക്ഷെ അദ്ദേഹം കീഴടക്കിയ ദേശങ്ങൾ കൊണ്ട് വന്നു ചേർന്നതാവാം. മധുരയിലെ ഒരു രേഖപ്പെടുത്തലിൽ സമുദ്രഗുപ്തൻ്റെ കീഴടക്കലുകളുടെ ഖ്യാതി 4 സമുദ്രങ്ങൾക്കപ്പുറം വരെ അറിയപ്പെടുന്നു എന്ന രീതിയിൽ പറയുന്നുണ്ട്. അതുപോലെ സർവ്വരാജാക്കന്മാരുടെയും രാജാവ് എന്ന വിശേഷണവും ഗുപ്ത രാജാക്കന്മാർക്കിടയിൽ അദ്ദേഹത്തിന് മാത്രമായുണ്ട്. ഇത്രയും പറഞ്ഞത് സമുദ്രഗുപ്തൻ എന്ന പേര് പൊതുവിൽ നിലനിൽക്കുന്നുവെങ്കിലും അദ്ദേഹത്തിന് മറ്റൊരു പേരും ഉണ്ടായിരിക്കാം എന്നതിനാണ്. കച്ച എന്നതാവണം ആ പേര്. ചില നാണയങ്ങളിൽ ആ പേരും കൂടെ നമുക്ക് കാണാനാവും. കച്ച 1, 2 എന്ന നിലയിൽ സഹോദരന്മാരെ പറ്റി പറയുന്നൊക്കെയുണ്ട്. സമുദ്ര എന്നത് ഒരുപക്ഷെ പേര് ആദ്യം മുതലേ തന്നെ ഉണ്ട് എന്ന് നിരീക്ഷിക്കുന്നവരും ചരിത്ര ലോകത്ത് ഏതായാലും ഉണ്ട്. അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷനിൽ സമുദ്രഗുപ്തൻ എങ്ങനെ രാജാവായി എന്നതിനെക്കുറിച്ച് വിശദമായി തന്നെ പറയുന്നുണ്ട്. ചന്ദ്രഗുപ്തൻ്റെ മൂത്ത മകനായിരുന്നില്ല സമുദ്രഗുപ്തൻ. എങ്കിലും ഏറ്റവും കഴിവുറ്റ മകൻ സമുദ്രഗുപ്തൻ ആയിരുന്നുവെന്ന് ചന്ദ്രഗുപ്തൻ മനസ്സിലാക്കിയിരുന്നു. അധികാര കൈമാറ്റ സമയത്ത് ഒരു ആഭ്യന്തര യുദ്ധം ഒഴിവാക്കാനായി ചന്ദ്രഗുപ്തൻ തൻ്റെ സഭയിൽ വെച്ച് തന്നെ എല്ലാ ഉദ്യോഗസ്ഥരോടും അടുത്ത ചക്രവർത്തിയായി സമുദ്രഗുപ്തൻ്റെ പേര് നിർദ്ദേശിക്കുന്നുണ്ട്. എങ്കിലും ചന്ദ്രഗുപ്തന് ശേഷം അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായതായും അധികാര തർക്കത്തിൽ സമുദ്രഗുപ്തൻ ഒടുവിൽ വിജയിച്ചതായും കാണാവുന്നതാണ്. ചരിത്രം പൊതുവെ സമുദ്രഗുപ്തനെ വിലയിരുത്തിയിരിക്കുന്നത് എല്ലാത്തരം കഴിവുകളും നിറഞ്ഞ ഒരു മിലിറ്ററി ജീനിയസ് ആയിട്ടൊക്കെയാണ്. വളരെ മികച്ച ഒരു ചക്രവർത്തിയായും ഏറ്റവും ശക്തനായ കമാൻഡറായും അദ്ദേഹം നിലകൊള്ളുന്നു. യുദ്ധവഴികളിൽ എവിടെയും അദ്ദേഹം പരാജയപ്പെട്ടിട്ടുമില്ല. ഭരണത്തിലെത്തിയ സമുദ്രഗുപ്തൻ തൻ്റെ അതിരുകൾ വികസിപ്പിച്ച് ഒരു വലിയ സാമ്രാജ്യം സൃഷ്ടിക്കുക എന്ന ദൗത്യത്തിലേക്ക് കടക്കുകയുണ്ടായി. മറ്റൊരർത്ഥത്തിൽ ഇന്ത്യൻ മേഖലയിലെ ഏറ്റവും ശക്തനായി മാറാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. ശക്തമായ ഒരു സാമ്രാജ്യം സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ മേഖലകളെല്ലാം തന്നെ അദ്ദേഹം കീഴടക്കുകയും ചെയ്തു. ദക്ഷിണ മേഖലകളിലേക്കും കിഴക്ക് പടിഞ്ഞാറ് മേഖലകളിലേക്കും അദ്ദേഹത്തിൻ്റെ പട എത്തുകയുണ്ടായി. അവിടെ വന്നു ചേർന്ന സകല എതിർപ്പുകളെയും അദ്ദേഹം തോൽപ്പിക്കുകയും ചെയ്തു. എന്നാൽ കേന്ദ്രീകൃത സ്വഭാവത്തിൽ അത്രയും വലിയൊരു സാമ്രാജ്യത്തിൽ ഡയറക്റ്റ് റൂൾ കൊണ്ടുവരുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിയിരുന്ന സമുദ്രഗുപ്തൻ പിടിച്ചെടുത്ത ദേശങ്ങൾ ആ ഭരണാധികാരികൾക്ക് തന്നെ വിട്ടു നൽകുകയും അവരൊക്കെയും സമുദ്രഗുപ്തൻ്റെ സാമന്തന്മാരായി ഭരണം നടത്തുകയുമുണ്ടായി. ഇതിലൂടെ ഈ മേഖലകളിലൊക്കെ സമുദ്രഗുപ്തൻ എന്നത് മഹാനായ ചക്രവർത്തിയുമായി മാറി. അത് തൻ്റെ സ്വാധീന ശക്തി വർദ്ധിക്കുന്നതിനും ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ഖ്യാതി കൂടുതൽ പ്രസിദ്ധമാവുന്നതിനുമൊക്കെ കാരണമായി. കടൽ കടന്നുള്ള വിദേശ മേഖലകളിൽ വരെ സമുദ്രഗുപ്തന് ഊഷ്മളമായ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നും കാണാവുന്നതാണ്. മിക്ക ചരിത്രകാരന്മാരും ഇന്ത്യയുടെ സ്വാഭാവിക അതിർത്തി മേഖലകളിലെ ഏകീകരണം കൊണ്ടുവരുന്നതിനായി സമുദ്രഗുപ്തൻ നടപടികൾ എടുത്തിരുന്നു എന്ന് നിരീക്ഷിക്കുന്നുണ്ട്. എങ്കിലും
നമ്മൾ ഇന്ത്യയെ നോക്കിക്കാണുന്ന ആധുനിക അതിർത്തി മേഖലകളല്ല അതെന്നും ഓർക്കുക. എന്തൊക്കെയാണെങ്കിലും ഗുപ്ത സാമ്രാജ്യവും ഇന്ത്യൻ ചരിത്രവും കണ്ട മഹാനായ ചക്രവർത്തിമാരിൽ ഒരാളായി അദ്ദേഹം നിലനിൽക്കുന്നു. ഗംഗ യമുന നദീമേഖലകൾ ഒരുക്കിയ കൃഷിക്കനുയോജ്യമായ മേഖലകളാണ് സമുദ്രഗുപ്തൻ ആദ്യമായി പിടിച്ചെടുക്കുന്നത്. അധികാര തർക്ക സമയത്ത് സഹോദരനൊപ്പം നിന്ന മേഖലകൾ കൂടിയായിരുന്നു ഇവയൊക്കെ. അധികാരത്തിലെത്തിയതിനു ശേഷം സമുദ്രഗുപ്തൻ ഈ മേഖലയിലെ 9 രാജാക്കന്മാരെ തോൽപ്പിച്ചുവെന്നും ഉത്തരേന്ത്യയിലെ ഈ മേഖലകൾ തന്നോടൊപ്പം ചേർക്കുകയുമാണ് ഉണ്ടായത്. പടിഞ്ഞാറ് മേഖലയിൽ മധ്യപ്രദേശിലെ ചമ്പൽ വരെയും അദ്ദേഹത്തിൻ്റെ കീഴിലായി മാറി. ഉത്തർപ്രദേശ്, ബംഗാൾ മേഖലകളും അദ്ദേഹം നേരിട്ട് ഭരണം നടത്തി. എന്നാൽ സമുദ്രഗുപ്തൻ്റെ ജീവിതം പറയുന്ന സന്ദർഭത്തിൽ ഇതൊന്നുമല്ല ഏറ്റവും മഹത്തരമായി പറയുന്ന കാര്യം. അന്ന് അദ്ദേഹം ദക്ഷിണേന്ത്യയിലേക്ക് നടത്തിയ പടയോട്ടമാണ്. കടന്നുപോയ എല്ലാ മേഖലകളും തനിക്ക് കീഴിലാക്കിയ കാലങ്ങൾ നീണ്ട ഒരു പടയോട്ടം. അദ്ദേഹം ദക്ഷിണേന്ത്യയിലായിരുന്ന സമയത്ത് ഉത്തരേന്ത്യയിൽ കലാപം സൃഷ്ടിക്കപ്പെട്ടെന്നും അദ്ദേഹം തിരിച്ചതിന് ശേഷമാണ് ഈ മേഖലകളൊക്കെ വീണ്ടും തിരിച്ചു പിടിച്ച് ഭരണം തുടർന്നത് എന്നും നിരീക്ഷണങ്ങളുണ്ട്. ഉത്തരേന്ത്യൻ മേഖലകളിൽ പടയോട്ടമൊക്കെ നടത്തിയ വലിയ ദേശങ്ങൾ തനിക്കൊപ്പം ചേർത്തതിന് ശേഷം 2ാം ഘട്ടമായാണ് അദ്ദേഹം ദക്ഷിണേന്ത്യയിലേക്ക് പടനീക്കം ആരംഭിക്കുന്നത്. അദ്ദേഹം കടന്നെത്തിയ എല്ലാ മേഖലകളിലും അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ആ പടയോട്ടം പ്രധാനമായും 3 രീതിയിലാണ്. എതിരാളിയെ തോൽപ്പിക്കുക, എതിരാളിക്ക് മോക്ഷം അഥവാ എതിരാളിയെ ലിബറേറ്റ് ചെയ്യുക, തുടർന്ന് രാജ്യം തിരികെ നൽകി സമുദ്രഗുപ്തൻ അനുഗ്രഹിക്കുക. ചക്രവർത്തിയുടെ ഇത്തരമൊരു നയം അദ്ദേഹത്തെ എതിർപ്പുകളില്ലാതെ ദൂരെ മേഖലകളുടെ പോലും നായകനായി നിലകൊള്ളാൻ സഹായകമായി എന്നും കാണാവുന്നതാണ്. രേഖപ്പെടുത്തലുകളിൽ ആ കാലത്തെ രാജ്യങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. ആ കാലമായതുകൊണ്ട് തന്നെ പേരുകളിലും അതിർത്തികളിലും ഭരണമേഖലകളിലും തലസ്ഥാനങ്ങളിലുമൊക്കെ വലിയ വ്യത്യാസങ്ങൾ കാണാവുന്നതുമാണ്. നഷ്ടപ്പെട്ട ചരിത്രങ്ങളായി കൂടി പലതിനെയും കണക്കാക്കാം. തൻ്റെ ദേശം കടന്ന് ജബൽപൂർ മേഖലകളിലൂടെയാണ് അദ്ദേഹം ദക്ഷിണേന്ത്യയിലേക്ക് പട നയിച്ചത് എന്നാണ് പൊതുവേ പറയുന്നത്. ഒപ്പം അദ്ദേഹം ബംഗാൾ ഉൾക്കടൽ മേഖലയോട് ചേർന്ന് മുന്നേറിയെന്നും നാവികസേനയും ഒരു ശക്തിയായി നിലകൊണ്ടെന്നുമൊക്കെ പറയുന്നവരുണ്ട്. പല ദൂരരാജ്യങ്ങളുമായും വലിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഗുപ്ത സാമ്രാജ്യത്തിന് ശക്തമായൊരു നാവികസേനയും ഉണ്ടായിരുന്നിരിക്കണം. ഏതായാലും മാർച്ച് ആരംഭിച്ച അദ്ദേഹം ആദ്യം കീഴടക്കുന്നത് കോസല രാജ്യത്തെയാണ്. അതിൻ്റെ തലസ്ഥാനം ശ്രീപുര. അങ്ങനെയെങ്കിൽ ആധുനിക സിർപൂർ മേഖലയാണത്. ആ കാലത്ത് കോസല രാജ്യത്തിൻ്റെ രാജാവ് മഹേന്ദ്രയായിരുന്നെന്നും ബിലാസ്പൂർ, റായ്പൂർ പോലുള്ള മേഖലകൾ ഇതിൽ വന്നു എന്നും പറയാം. തുടർന്ന് അദ്ദേഹം എത്തുന്നത് മഹാകാന്തര മേഖലയിലേക്കാണ്. വിന്ധ്യ മലനിരകൾ ആയുധമാക്കിയ വനം അധികമായുള്ള ഈ മേഖലയിലെ രാജാക്കന്മാർ പോരാട്ടങ്ങൾക്ക് പേരുകേട്ടവരായിരുന്നു. സംബൽപൂർ മേഖലയാവാം ആ കാലത്തെ തലസ്ഥാനം. വനമേഖലയിലെ രാജ്യമൊക്കെ കീഴടക്കിയതിനു ശേഷം സമുദ്രഗുപ്തൻ ഗോദാവരി മേഖലയിലേക്ക് എത്തുകയും മഹേന്ദ്രഗിരിയുടെ പിഷ്തപുര രാജ്യം പിടിച്ചെടുക്കുകയും ചെയ്തു. തുടർന്ന് ആന്ധ്രാപ്രദേശ് മേഖലയിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗമായി മാറുകയുണ്ടായി. തുടർന്ന് അദ്ദേഹം തമിഴ്നാട്ടിലേക്കും പട നയിച്ചു. കാഞ്ചി മേഖലയടക്കം അദ്ദേഹത്തിൻ്റെ കീഴിൽ വരികയുണ്ടായി. പല്ലവ മേഖലകളായിരുന്നു ഈ സമയം തമിഴ്നാട് എന്ന് പറയാം. കാഞ്ചീപുരത്ത് വിഷ്ണുഗോപ ആയിരുന്നു രാജാവ്. വെങ്കി മേഖലകളിലേക്കും സമുദ്രഗുപ്തൻ കടന്നെത്തുകയുണ്ടായി. അതായത് കാവേരി വരെയും. ചുരുക്കിയാൽ കാവേരി വരെയും സമുദ്രഗുപ്തൻ പട നയിച്ചെത്തുകയുണ്ടായി. മേഖലകൾ കീഴടക്കിയെങ്കിലും എവിടെയും അദ്ദേഹം അധികാരം വാങ്ങുന്നില്ല. പകരം ഭരണം അവരവർക്ക് തന്നെയാണ് തിരിച്ചു നൽകിയത്. ചിലപ്പോൾ യുദ്ധങ്ങളില്ലാതെ തന്നെ സമുദ്രഗുപ്തനെ അംഗീകരിച്ചിരുന്നവരും ഉണ്ടാവാം. ദക്ഷിണേന്ത്യൻ പടയോട്ടവുമായി ബന്ധപ്പെട്ട രേഖപ്പെടുത്തലുകളിൽ അവസാനം പറഞ്ഞിരിക്കുന്ന രാജ്യം കുസ്തലപുര എന്നതാണ്. ആധുനിക കാലത്തെ അർക്കോട്ട് മേഖലകളാണ് ഇതെന്ന് പറയാം. തിരിച്ചുള്ള വഴിയിലും ചില മേഖലകൾ കീഴടക്കിയതായി കാണാം. തിരിച്ചുള്ള വഴിയിൽ പൊള്ളാച്ചി, കോയമ്പത്തൂർ, പാലക്കാട് അതിർത്തി മേഖലകളൊക്കെ അദ്ദേഹം എത്തിയതായി അനുമാനിക്കുന്നവരുണ്ട്. ദക്ഷിണേന്ത്യയിലെ പടയോട്ടത്തിന് ശേഷം ഗുപ്ത മേഖലയിലേക്ക് എത്തിയ സമുദ്രഗുപ്തന് നേരിടേണ്ടി വന്നത് കലാപക്കൊടി ഉയർത്തിയ അതിർത്തി രാജ്യങ്ങളാണ്. ഇത്തവണ കൂടുതൽ ക്രൂരമായി പ്രതികരിച്ച സമുദ്രഗുപ്തൻ എതിരാളികളെ ഇല്ലാതാക്കിക്കൊണ്ട് പൂർണ്ണ നിയന്ത്രണം തന്നെ ഏറ്റെടുത്തു. ഇത് മറ്റ് മേഖലകളിലുള്ളവരും സമുദ്രഗുപ്തൻ്റെ സമ്പൂർണ്ണ ആധിപത്യം അംഗീകരിക്കുന്നതിന് കാരണമായി മാറി. ആസാം മേഖലകളും നേപ്പാളുമൊക്കെ സമുദ്രഗുപ്തൻ്റെ ഭരണത്തെ പൂർണ്ണമായും അംഗീകരിക്കുകയുണ്ടായി. നോർത്ത് വെസ്റ്റ് മേഖലയിലും സമുദ്രഗുപ്തന് പടയോട്ടം കൂടുതലായി നടത്താമായിരുന്നു. എന്നാൽ ഇവിടെ അദ്ദേഹത്തെ അംഗീകരിച്ച രാജ്യങ്ങൾക്ക് പൂർണ്ണ അധികാരം നൽകുകയാണ് സമുദ്രഗുപ്തൻ ചെയ്തത്. മറ്റൊരർത്ഥത്തിൽ നോർത്ത് വെസ്റ്റ് മേഖലയിൽ തൻ്റെ അതിരുകൾക്കപ്പുറം ഒരു ബഫർ സോൺ സൃഷ്ടിച്ചു എന്നത് തന്നെ. എന്നാൽ ഈ ഭരണാധികാരികളൊക്കെ സമുദ്രഗുപ്തനോട് കൂറ് പ്രഖ്യാപിക്കുകയും
ആവശ്യം വന്നാൽ ചക്രവർത്തിയുടെ കാര്യങ്ങൾ നിറവേറ്റുകയും വേണം. ഇത്തരത്തിൽ കേന്ദ്രീകൃതമായ ശക്തിയും ശക്തി നിറഞ്ഞ അതിരുകളുമായി സമുദ്രഗുപ്തൻ തൻ്റെ ആധിപത്യം സ്ഥാപിച്ചു. അപ്രകാരം ഏറെക്കുറെ ഉത്തരേന്ത്യ ഗുപ്ത സാമ്രാജ്യം നേരിട്ട് ഭരിക്കുകയുണ്ടായി. കാശ്മീർ, പടിഞ്ഞാറൻ പഞ്ചാബ്, ഗുജറാത്ത് പോലുള്ള മേഖലകളാണ് അദ്ദേഹത്തിൻ്റെ ഭരണത്തിന് കീഴിൽ വരാതിരുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ സമുദ്രഗുപ്തന് നിർണായകമായ ഒരു സ്ഥാനമുണ്ട്. മഹത്തരമായ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ തുടക്കം അദ്ദേഹത്തിൽ നിന്നുമാണ്. എല്ലാം ആക്രമിച്ച് കീഴടക്കുന്ന പോരാളി എന്നതിലുപരി കാര്യങ്ങൾ നോക്കിക്കണ്ട് ഏകീകൃത സ്വഭാവം സൃഷ്ടിക്കാനാണ് സമുദ്രഗുപ്തൻ എല്ലാ സമയവും ശ്രമിച്ചത്. വലിയ ജേതാവ് എന്നതിലുപരി സാമ്രാജ്യ രൂപീകരണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. എങ്കിലും ഏത് യുദ്ധത്തിലും മുന്നിൽ നിന്ന അതിശക്തനായ പോരാളി കൂടിയായിരുന്നു അദ്ദേഹം. 100 യുദ്ധങ്ങളുടെ നായകൻ എന്നൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മികച്ച ജനറലും മികച്ച ഭരണാധികാരിയുമായി അടയാളപ്പെടുത്താം. മകനായ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കാലത്താണ് ഗുപ്ത സാമ്രാജ്യം അതിൻ്റെ ഉയരങ്ങളിലെത്തുന്നത്. എന്നാൽ അതിനൊക്കെയുള്ള അടിത്തറ പാകുന്നത് സമുദ്രഗുപ്തനായിരുന്നു. പൂർണ്ണമായും സൈനിക വേഷം ധരിച്ച രീതിയിൽ സമുദ്രഗുപ്തൻ്റെ ഒട്ടനവധി കോയിനുകൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. അതുതന്നെ പല രീതിയിലും കാണാനുമാവും. ഇത്തരത്തിലുള്ള ചിത്രങ്ങളിൽ നിന്ന് നല്ല ഉയരമുള്ള ശക്തനായ ഒരാളായിരുന്നു സമുദ്രഗുപ്തൻ എന്നും പറയാറുണ്ട്. ശ്രീലങ്കയുമായും സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മേഖലകളുമായും അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നത് ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ നാവിക ശേഷിയെയും എടുത്തുകാട്ടുന്ന ഒന്നാണ്. സമുദ്രഗുപ്തനെ പറ്റി കൂടുതലായും രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സേനാധിപതിയൊക്കെ ആയിരുന്ന ഹരിസേനൻ്റെ വാക്കുകളാണ്. അതിൻ പ്രകാരം സൈനിക ഭരണ മേഖലകളിൽ സമുദ്രഗുപ്തൻ എങ്ങനെ മികച്ചു നിന്നു, അതുപോലെ തന്നെ സാഹിത്യം, മതം, കലാമേഖലകളിലും അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു. അദ്ദേഹം ഒരു കവിയായിരുന്നു എന്നും വിശേഷണങ്ങൾ കാണാം. സമുദ്രഗുപ്തൻ വീണ വായിക്കുന്ന നാണയങ്ങളും കണ്ടുകിട്ടിയിട്ടുണ്ട്. തൻ്റെ ഭരണകാലത്ത് മിക്ക മേഖലകൾക്കും അദ്ദേഹം പ്രോത്സാഹനവും നൽകി. നാണയങ്ങൾ പ്രകാരം അദ്ദേഹത്തിന് കവിരാജ് എന്ന പേരും ചാർത്തപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാലത്ത് എതിരാളികൾ ആക്രമിക്കുകയോ കലാപങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. അതുപോലെ സാമ്രാജ്യം പൊതുവെ സമാധാനത്തിലും നിലനിന്നു. സുവർണയുഗത്തിൻ്റെ തുടക്കം എന്ന പോലെ തന്നെ ഒട്ടുമിക്ക മേഖലകളിലും വലിയ തോതിലുള്ള വികാസമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ബ്രാഹ്മണ മതത്തിന് കൂടുതൽ പ്രാധാന്യം അദ്ദേഹം നൽകിയിരുന്നെങ്കിലും ആ കാലത്തും അദ്ദേഹം ബുദ്ധക്ഷേത്രങ്ങളൊക്കെ സൃഷ്ടിച്ചതായും കാണാം. ദയാലുവും സ്നേഹവുമുള്ള ഭരണാധികാരിയായും ചിലർ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും സമുദ്രഗുപ്തൻ വലിയൊരു സാമ്രാജ്യം സൃഷ്ടിച്ച് മികച്ച രീതിയിൽ ഭരണം നടത്തി എല്ലാ മേഖലകൾക്കും വളർച്ച സൃഷ്ടിച്ച ഭരണാധികാരിയായി ചരിത്രത്തിൽ മാറി. കഴിവുകളേറെയുള്ള ഒരു ഭരണാധികാരിയായും സമുദ്രഗുപ്തനെ നിസ്സംശയം വിലയിരുത്താവുന്നതാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തോടെ പ്രാചീന ഇന്ത്യ ചരിത്രത്തിലെ സുവർണയുഗം ആരംഭിച്ചു.